പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ ഒരു ചിത്രത്തെ ആസ്പദമാക്കി തന്നെയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡിൽ നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഒരു 50 വയസ്സാകുമ്പോഴേക്കും ഒരാൾ തലയിൽ വന്നു ചേരുന്ന വിവിധ ജീവിതഭാരങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുമൂലമുണ്ടാകുന്ന ദോഷങ്ങൾ, പലവിധ രോഗങ്ങളുണ്ടാകുന്നു: ഹാർട്ട് അറ്റാക്ക്, BP, ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ. അയാളുടെ അകാല ചരമം അടയുന്നു. പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളുമായി അയാൾ ഈ ലോകത്തോട് വിട പറയുന്നു. സ്വന്തം കടമകളൊന്നും നിർവഹിക്കാൻ കഴിയാതെ പലരും ആത്മഹത്യ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ജീവിതഭാരം അയാളുടെ തലയിൽ വന്നു ചേരുന്നതിനെ കുറിച്ച് നമ്മൾ 2ാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. 3ാമത്തെ എപ്പിസോഡിൽ ഈ ഓരോ ഭാരങ്ങളും ഇനം തിരിച്ച് വിശകലിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ ഇത്രയും ഭാരങ്ങൾ എങ്ങനെ താഴെ ഇറക്കി വയ്ക്കാം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജോലി ഭാരം ഫസ്റ്റ് ചർച്ച ചെയ്യണം. ജോലി ഒരു ഭാരമാണ്, യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യമാണ് ജോലി. ഒരിക്കലും ഇത് ഭാരമല്ല. നമ്മൾ മരിച്ചു പോയെന്നവരെയും ജോലി ചെയ്യണം. ഈശവാസം പറയുന്നു: ഓ പൂർവ്വനേവേ കർമാണി ജിജി വിശേഷണം സമാഹ. അതായത് 100 കൊല്ലം വരെ ജീവിക്കാൻ ആഗ്രഹിക്കണം. 100 കൊല്ലം കർമ്മം ചെയ്തുകൊണ്ടേ ജീവിക്കുന്നവർ. അപ്പോൾ ഈ ജോലിയെ കുറിച്ച് പറയുമ്പോൾ ജോലി 2 തരമുണ്ടല്ലേ. ഒന്ന് ഗവൺമെൻറ് ജോലി, പിന്നെ ഒന്ന് പ്രൈവറ്റ് ജോലി. ഗവൺമെൻറ് ജോലി തന്നെ 2 തരമുണ്ട്: സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി, സെൻട്രൽ ഗവൺമെൻറ് ജോലി. വേണേൽ അതിനെ വീണ്ടും തിരിക്കാം. പ്രൈവറ്റ് ജോലിയാണ് സ്വന്തം സംരംഭങ്ങൾ, അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി. അങ്ങനെ 2 തരത്തിലുണ്ട്. പലരും സ്വന്തമായിട്ടുള്ള സംരംഭങ്ങളുണ്ട്. വലിയ വലിയ മാളുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ സ്വന്തമായി നടത്തുക. അവിടെ ജോലിക്ക് നിൽക്കുന്നവർ വേറെ. മറ്റുള്ളവർക്ക് IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, IT കമ്പനികൾ നടത്തുന്നവർ സ്വന്തം സംരംഭകരാണ്. അവിടെ ജോലി ചെയ്യുന്നവർ വേറെ ആളുകൾ ജോലി ചെയ്യും. പ്രൈവറ്റ് കമ്പനികളിലുള്ളവർക്കും നേരെ ആനുകൂല്യങ്ങൾക്ക് എല്ലാ കമ്പനികളും IT കമ്പനികളും മാളുകളും കൊടുക്കാറുണ്ട്. അവരൊക്കെ ലാഭ വിധത്തിലൊക്കെ ചെയ്യട്ടെ. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ കിട്ടണ PSC എഴുതണം, സെൻട്രൽ ഗവൺമെൻറ് കിട്ടണ UPSC എഴുതണം. PSC കിട്ടണമെങ്കിൽ തന്നെ വലിയ പാടാണ്. ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ ഉത്തരവാദിത്തം പഠിക്കണം. UPSC എഴുതണം, അതിന് ആൻസർ എഴുതണം ചോദ്യങ്ങൾക്ക്. ഇതിൽ വേണം കഷ്ടപ്പെട്ട് കിട്ടാൻ. അല്ലെങ്കിൽ ഡെയ്ഹാൻ സ്കീമിൽ കിട്ടണം, PSDHR, പബ്ലിക് സർവീസ് ഡെയ്യിങ്. സർവീസിലേക്ക് മരിക്കുന്നവർ മക്കൾക്കാരെ ഭാര്യയ്ക്കോ ഭർത്താവിനെ പറ്റും ചോദിക്കണം. അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വഴിക്ക് ചിലരെയൊക്കെ എടുക്കാറുണ്ട്. ചില പോസ്റ്റുകൾ താഴ്ന്ന സ്കെയിലുള്ള പോസ്റ്റുകളിൽ നിയമിക്കാറുണ്ട്. ചിലത് ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് നേരിട്ട് എന്തെങ്കിലും ദൈവപൂർവമായ കാര്യത്തിന് വേണ്ടി പലർക്കും ജോലി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വലിയ വലിയ ഡാമുകളിൽ CLR ആയിട്ട് വർക്ക് ചെയ്ത് പിന്നെ ഒരു 10-500 ദിവസം ആകുമ്പോൾ അവരെ SLR, വർക്കർ ഗ്രേഡ് 2 അങ്ങനെയൊക്കെ ആക്കാറുണ്ട്. വർക്കർ ഗ്രേഡ് 2 പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസ് തന്നെയാണ്. ആദ്യത്തെ എല്ലാ ആനുകൂല്യങ്ങളുണ്ട്. ഗവൺമെൻറ് സർവീസിൻ്റെ അതേ ആനുകൂല്യം, ഡേഹനസ് അടക്കമുള്ള എല്ലാ ആനുകൂല്യം ഇല്ലേ. കിട്ടുവാൻ പരിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ വിഷയം ഉണ്ടാവില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിനെ കുറിച്ച്, ഗവൺമെൻറ് സർവീസിനെ കുറിച്ച്
ഇല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ഓഫീസിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ? നിങ്ങൾക്കറിയാമല്ലോ, എനിക്കും ഉണ്ടല്ലോ മറുപടി, അല്ലേ? അത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കേണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വന്ന് നിൽക്കുന്നതായിട്ട് തന്നെ മൈൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് എൻക്വയറി ചെയ്യാൻ വേണ്ടി ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ആരും, ഈ സ്ഥാപനത്തിൽ. അതാണ് കിട്ടുവാൻ പരിശ്രമം, കിട്ടിക്കഴിഞ്ഞ വിശ്രമം എന്താ പറയുക ഗവൺമെൻറ് സർവീസിനെ കുറിച്ചിട്ട്. ഇനി ഈ ഗവൺമെൻറ് സർവീസ് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാൻ നോക്കാം. PDAHR, പിന്നെ ഫീഡ്ബാക്ക് അലവൻസ് പറഞ്ഞിട്ട് PCA, അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ. ബേസിക്കായിട്ട് ഭൂരിപക്ഷം പേർക്ക് കിട്ടുക PDAHR, അടിസ്ഥാന ശമ്പളം, പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത. ഇന്ന് കേരള സ്റ്റേറ്റ് സർവീസിൽ മിനിമം ശമ്പളം 23,000, മാക്സിമം ശമ്പളം 1,66,800 രൂപയാണ്. 2019 ശമ്പള പരിഷ്കരണ പ്രകാരം. ഇപ്പോൾ 2024 ജൂലൈ 1 വീണ്ടും എടുക്കുകയായിരിക്കുകയാണ് ശമ്പള പരിഷ്കരണം. നടപ്പാക്കിയില്ല, കമ്മീഷൻ തന്നെ നിയോഗിച്ചില്ല. കേരള സ്റ്റേറ്റിൽ 5 കൊല്ലം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൽ 10 കൊല്ലം കൂടുമ്പോൾ. അത് വൻ വർധനമായിരിക്കും അവർക്ക്. ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് സെൻട്രലിൽ. അതായത് ബാങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന പറയുന്നത്. അതുപോലെ വേറെ ആനുകൂല്യമുണ്ട്, മെഡിക്കൽ അലവൻസ്, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്. വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്റ്റേറ്റിലാണെങ്കിൽ മെഡിസെപ്പ് വഴി, സെൻട്രലായാലും മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് സൗകര്യമുണ്ട്. ട്രീറ്റ്മെൻറ്റിന് ആൾക്കാർ പൈസ കൊണ്ട് ചിലവാകും, അല്ലേ? ആ PDAHR അങ്ങനെ ഒരു കൊല്ലത്തിൽ 12 മാസം സാലറി കിട്ടും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുള്ളവർക്കാണെങ്കിൽ, ഗവൺമെൻറ് സർവീസിലുള്ളവർക്കാണെങ്കിൽ ഒരു കൊല്ലം ഏൺഡ് ലീവ് സാലറി വന്നിട്ടുണ്ട്. ഒരു മാസം, ഒരു കൊല്ലം സർവീസായ ഒരു മാസത്തെ 30 ദിവസം, അങ്ങനെ 13 മാസം സാലറി കിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്. ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്, കൊടുത്തിട്ടില്ല ഏൺഡ് ലീവ്. അതിപ്പോൾ അല്ലെങ്കിൽ മറ്റേ റിട്ടയർമെൻറ്റ് സമയത്ത് 300 ദിവസം ഒന്ന് ചെയ്യാൻ പറ്റും, 10 മാസം സാലറി. അങ്ങനെ 12 മാസം വർക്ക് ചെയ്യും, 13 മാസം സാലറി കിട്ടും സാധാരണഗതിയിൽ, ഏൺഡ് ലീവ് സാലറി. ടീച്ചേഴ്സിന് അതില്ല, ടീച്ചേഴ്സിന് 12 മാസം തന്നെ കിട്ടും. പിന്നെ എപ്പോഴൊക്കെ ഇവർക്ക് ശമ്പളം വർദ്ധിക്കും ചോദിച്ചാൽ ജനുവരി 1 ജൂലൈ 1 ഓരോ DA വർദ്ധിക്കും. പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടും. അങ്ങനെ ശമ്പളം 3 തവണ വർധന ഉണ്ടാവും ഒരു കൊല്ലത്തിൽ. അവൻ 30 കൊല്ലം സർവീസുള്ള ഒരാൾക്ക് DA 60 പ്രാവശ്യം വർദ്ധിക്കും, ഇൻക്രിമെൻറ്റ് 30 പ്രാവശ്യം വർദ്ധിക്കും. ഓരോ 30 കൊല്ലം സർവീസുള്ള ആൾക്ക് 6 പേ റിവിഷൻ വരും. ഓരോ പേ റിവിഷനിലും 5 ഇൻക്രിമെൻറ്റോളം വർദ്ധിക്കും. അങ്ങനെ 30 എണ്ണം വർദ്ധിക്കും. ഒരു 7 പ്രൊമോഷൻ കിട്ടും. ഓരോ പ്രൊമോഷനിലും ഒരു 2 ഇൻക്രിമെൻറ്റ് മിനിമം വർധന ഉണ്ടാവും. 2 ഇൻക്രിമെൻറ്റ് പറഞ്ഞാൽ അതിന് പേ ഫിക്സേഷൻ റൂളുണ്ട്, 28A 37A ഉണ്ട്. ഇനീഷ്യൽ ഫിക്സേഷൻ, റീഫിക്സേഷൻ ഉണ്ട്. എങ്കിലും മിനിമം 2 ഇൻക്രിമെൻറ്റ് കിട്ടിയിരിക്കും. അങ്ങനെ 16 ഇൻക്രിമെൻറ്റ്, അങ്ങനെ 136 വർധനമുണ്ടാവും ഒരു 30 കൊല്ലം സർവീസുള്ള ആൾക്ക്. ഇപ്പോൾ ഡേ ഹാൻഡ്സ് കയറിയാൾക്കാണെങ്കിൽ 36 കൊല്ലം സർവീസ് ഉണ്ടാവും. 20 വയസ്സാകുമ്പോഴേക്കും തന്നെ അവർക്ക് ജോലി കിട്ടും. അപ്പോൾ പിന്നെ 136 തവണ ശമ്പളം വർദ്ധിക്കും. ഗവൺമെൻറ് സർവീസിൻ്റെ പ്രത്യേകതയാണ്. ഇനി എത്ര ശമ്പളം കിട്ടും നോക്കാം. ഞാൻ പറയും 13 മാസം കിട്ടും പറയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുള്ളവർക്ക്. ടീച്ചേഴ്സിന് 12 മാസം തന്നെ. പ്രിൻസിപ്പാൾക്കും അവിടുത്തെ ഓഫീസ് അസിസ്റ്റൻറ്റും HM-നൊക്കെ സറണ്ടർ ഉണ്ട്, അവർക്ക് 13 മാസം തന്നെ കിട്ടും. ഇത് പുരസ്താവിച്ചായിട്ടുള്ള സറണ്ടർ, ഏൺഡ് ലീവ് സറണ്ടർ. അങ്ങനെ 390 മാസവും സാലറി കിട്ടും ഗവൺമെൻറ് സർവീസുള്ള ആൾക്ക്. ടീച്ചേഴ്സിന് 360 മാസം. പ്രിൻസിപ്പൾ HM-മാർക്ക് അത് 390 മാസം തന്നെ. അതിലൂടെ ഏൺഡ് ലീവിൻ്റെ ഒരു 3 മാസം കൂടെ ലാസ്റ്റ് റിട്ടയർ ചെയ്യുമ്പോൾ 33 ദിവസമാണ് ഏൺഡ് ലീവ് ഒരു കൊല്ലത്തിൽ. അതിന് 30 ദിവസം സറണ്ടർ ചെയ്ത് പിന്നെ 3 ദിവസം ബാക്കിയുണ്ടാകും. ഒരു
30 കൊല്ലം 90 ദിവസം ഇനി വരും. അവന് 393 മാസം സാലറി കിട്ടും. പെൻഷൻ ഏകദേശം 80 വയസ്സായി ജീവിക്കുകയാണെങ്കിൽ 390 മാസം പെൻഷൻ കിട്ടും. അവന് 786 പ്രാവശ്യം സർക്കാരിൻ്റെ ശമ്പളവും പെൻഷനായിട്ട് കിട്ടും. ഒരാൾ മരിക്കുമ്പോഴേക്കും സർവീസിൽ നിന്നും പെൻഷനായിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടാൻ ചില നിബന്ധനകളുണ്ട്, അതിനോട് ചർച്ച ചെയ്യില്ല. ഫാമിലി പെൻഷൻ കിട്ടും, കുടുംബ പെൻഷൻ. പിന്നെ ഇയാൾക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും നോക്കാം. ലാസ്റ്റ് പേയുടെ 50% അവൻ പെൻഷനായിട്ട് കിട്ടും. അതിൻ്റെ കൂടെ DR കിട്ടും, മെഡിക്കൽ അലവൻസ് കിട്ടും. മെഡിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർക്കുണ്ട് കേട്ടോ, മെഡിസിൻ പോലിക്ക്. പിന്നെ സാധാരണഗതി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സാധാരണ പിശുക്കന്മാരാണ്. GPF ഒരു 50 ലക്ഷം ഒക്കെ ഉണ്ടാവും. DCRG 17 ലക്ഷം കിട്ടും. കമ്മ്യൂട്ടേഷൻ പറയുന്നത് പെൻഷൻ്റെ ഒരു 40% അടുത്ത 12 കൊല്ലത്തേക്കുള്ള ഒന്നിച്ച് വാങ്ങിക്കാം. അതാണ് കമ്മ്യൂട്ടേഷൻ പറയുന്നത്. അത് മാക്സിമം 44 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, SLI, FPS, PLI, GIS, LIC എല്ലാം കൂടി ചേർത്ത് 1 കോടി രൂപയോളം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടും. 1 കോടിയോളം രൂപ. അപ്പോൾ ഇതിന്ന് KSF നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപയ്ക്ക് 70,833 രൂപ പലിശ കിട്ടും ഒരു മാസം. പെൻഷൻ എന്ന് പറയുന്നത് മിനിമം 11,500, മാക്സിമം 83,400 രൂപ. അങ്ങനെ നല്ലൊരു തുക പെൻഷനും പലിശയും കൂടെ. ഇപ്പോൾ ഉയർന്ന സ്കെയിലെത്തിയുള്ള ഒരാളാണെങ്കിൽ 1,50,000 മുകളിൽ അയാൾക്ക് പെൻഷൻ ഈ പലിശയും കൂടെ കിട്ടും. സാധാരണഗതി ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇൻവിസിബിളാണ്, വിസിബിളല്ല, ആർക്കും കാണാൻ പറ്റില്ല. അവർ ഈ കാണുന്നത് വെളിയിൽ നിന്ന് കാണുന്ന 23,000, 1,66,000 ഉണ്ട്. മറ്റാനുകൂല്യങ്ങൾ കാണില്ല. ആരെ മരിച്ചു കഴിഞ്ഞാൽ ഡേ ഹാൻസ് കൊടുക്കാറില്ല. മെഡിക്കൽ ആനുകൂല്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കാറ് ആരാണ്? അത് ചെയ്യില്ല. ഇൻവിസിബിളാണ് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ. ഇത് വിസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ തണുപ്പത്തും യൂറോപ്യൻ രാജ്യങ്ങളുടെ തണുപ്പത്ത് പോയി കിടക്കുന്നത്, അറബ് രാജ്യങ്ങളിൽ പോയി ചൂട്ട് പൊള്ളിക്കൊണ്ട് വെയിലത്ത് പണിയില്ലാതെ ഇല്ലേ. ലാസ്റ്റ് പേയുടെ 50% പെൻഷൻ. ഇനി ഇയാളെ സർവീസിലേക്ക് മരിച്ചാൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ മക്കൾക്ക് ജോലി കിട്ടും, ഡേ ഹാർസ് ജോലി. അയാൾ GPF ഒരു 19 ലക്ഷം രൂപ ഉണ്ടാവും. DCRG 17 ലക്ഷം കിട്ടും. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ, SLI, FPS-ൻ്റെ, LIC-ൻ്റെയൊക്കെ സമ്മർഷം കിട്ടും. അപകടം തന്നെയാണ് 15 ലക്ഷം എക്സ്ട്രാ കിട്ടും. തലയിൽ തേങ്ങ വീണ് മരിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളപ്പാമ്പ് കടിച്ച് മരിച്ചാൽ അപകടം തന്നെയാണ്. ഒരാൾക്ക് ജോലി 1 കോടി ഉറപ്പുള്ള ആനുകൂല്യങ്ങൾ വരെ കിട്ടും. അത് ഇതെല്ലാം കൂടി ചേർത്ത്. പിന്നെ ഇയാൾക്ക് എത്ര പെൻഷൻ കിട്ടുക പറഞ്ഞാൽ അതിന് ഹയർ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ കിട്ടുക. പെൻഷൻ ഫാമിലി പെൻഷൻ ഹയർ റേറ്റ് കിട്ടുക. 7 കൊല്ലം അല്ലെങ്കിൽ 63 വയസ്സാകുന്നവർ. അതിലാദ്യം ഏതാ വരുന്നവരുടെ 1 കോടി രൂപയോളം അവരുടെ കയ്യിൽ കിട്ടും, ഫാമിലിയുടെ കയ്യിൽ. പിന്നെ അതിൻ്റെ പലിശ ഞാൻ പറഞ്ഞു 70,833 രൂപ. KSF 8% ഇൻട്രസ്റ്റ് കിട്ടാൻ. പിന്നെ ഫാമിലി പെൻഷൻ്റെ മാക്സിമം പറയുന്നത് 50,400 ഹയർ റേറ്റിന് അത് ബാധകമല്ല, അയാളുടെ പെൻഷൻ തന്നെ കിട്ടും. നല്ലൊരു തുക രണ്ടിനും കൂടെ പെൻഷനും പലിശയും. പിന്നെ ഒരാൾക്ക് ജോലിയും ട്രിപ്പിൾ ബെനിഫിറ്റാണ്. റിട്ടയറിന് ശേഷം മരിച്ചാലും ഒന്നല്ലേ ഹയർ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ 63 വയസ്സ് എന്നുള്ള നിബന്ധനയുണ്ട്. ആദ്യത്തെ 7 കൊല്ലം അല്ലെങ്കിൽ 63 വയസ്സ് ഏതാ ആദ്യം വരുന്നത്. ഒരുപാട് ആളുകളുണ്ട്, ഇൻവിസിബിളാണ്. പിന്നെ അയാൾക്ക് റെഡ്യൂസ്ഡ് പെൻഷൻ അല്ല കിട്ടുക. റിട്ടയറിന് ശേഷം മരിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കമ്മ്യൂട്ടേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ 40% കുറച്ചുള്ള പെൻഷനാണ് ഇയാൾ ജീവിച്ചിരിക്കേണ്ടി കിട്ടുക. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. അവർക്ക് ഒന്നുകിൽ ഹയർ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ അല്ലെങ്കിൽ ഫാമിലി പെൻഷൻ, അതിന് ഒന്നും കുറയ്ക്കാൻ തന്നെ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞ ഈ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ഇൻവിസിബിളാണ്, വിസിബിളല്ല ആർക്കും. ഇനി ഇവരെത്ര ജോലി ചെയ്യേണ്ടത് നോക്കാം.
ഓരോ 30 കൊല്ലം പറയുന്നത് 10,950 ദിവസമാണ് അല്ലേ? അതിൽ ഒരുപാട് ലീവുകൾ വരുമ്പോൾ ശനി ഞായർ അവധിയാണ്. അതിന് ഒരു കൊല്ലത്തിൽ 104 ദിവസം വരും. ഗവൺമെൻറ് സർവീസിനാണെങ്കിൽ 64 സെക്കൻഡ് സാറ്റർഡേ സൺഡേ കൂടെ വരും. പബ്ലിക് ഹോളിഡേയ്സ് 37 വരും ടീച്ചേഴ്സിന്. ടീച്ചേഴ്സിന് 104 സൺഡേ സാറ്റർഡേ കൂടി ചേർത്ത് പറഞ്ഞു. പബ്ലിക് ഹോളിഡേയ്സ് 24 ഗവൺമെൻറ് സർവീസിൽ വരും. പബ്ലിക് ഹോളിഡേയ്സ് പറഞ്ഞാൽ ജനുവരി 26, ഓഗസ്റ്റ് 15, മന്ദൻ ജയന്തി, അയ്യങ്കാളി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, പിന്നെ ആരുടെയൊക്കെ മരിച്ചതിൻ്റെ, പിന്നെ ഓണം ഹോളിഡേയ്സ്, ക്രിസ്മസ് ഹോളിഡേയ്സ്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഹോളിഡേയ്സ് ഉണ്ട്. അതാണ് ചോദിച്ചത്. അത് ഈ ഓണം ഹോളിഡേയ്സും ക്രിസ്മസ് ഹോളിഡേയ്സും ടീച്ചേഴ്സും കൂടുതലാണ്. അതാണ് ഞാൻ 37 കൂടുതൽ പറഞ്ഞത്. പിന്നെ ക്യാഷ് ലീവ് ഗവൺമെൻറ് സർവീസുള്ളവർക്ക് 20 ടീച്ചേഴ്സിന് 15. HPL ഹാഫ് പേ ലീവ് 20 അത് എല്ലാവർക്കും വന്നത്. വേൾഡ് ലീവ് 33, അത് ടീച്ചേഴ്സിനില്ല. ടീച്ചേഴ്സിന് HMനും പ്രിൻസിപ്പൾക്കും പിന്നെ ഇവർക്കൊക്കെ കിട്ടും, പിന്നെ OAMക്കൊക്കെ കിട്ടും. പിന്നെ ഒരുപാട് ലീവുകൾ വേറെയുണ്ട്. ഇത് കൂടാതെ പിന്നെ മെറ്റേണിറ്റി ലീവ്, അത് 180 ലീവാണ്. അതിൻ്റെ കൂടെ ഒരു 60 ദിവസം ഡോസൊക്കെ എടുത്താൽ അത് എല്ലാ ആനുകൂല്യത്തിനും പരിഗണിക്കും. വേണ്ടി ലീവിന് വെച്ചിട്ട് പെറ്റേണിറ്റി ലീവ് 10 ദിവസമാണ്. അത് 2 പ്രാവശ്യം എടുത്താൽ 20 ദിവസമായി. മെറ്റേണിറ്റി ലീവ് 240 ദിവസമായി. 180 + 60, അത് 2 പ്രാവശ്യം എടുത്താൽ 480 ദിവസമായി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വാസക്ടമി ഓപ്പറേഷൻ, ആണുങ്ങൾക്ക് അത് 6 ദിവസമാണ്. അത് ഒരു ഓപ്പറേഷൻ ചെയ്ത് പരാജയപ്പെട്ടു, അങ്ങനെ വീണ്ടും ചെയ്യാൻ 6 മുതൽ 12 ദിവസം കിട്ടും. അത് വനിതകൾക്കും അതേപോലെ ഉണ്ട്. ഗർഭനിരോധനത്തിന് അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് 42 ദിവസം ഒരു പ്രാവശ്യം, അത് 2 പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ 84 ദിവസം അത് കിട്ടും. ഗർഭപാത്രം നിർമ്മിക്കാൻ 40 ദിവസം. പിന്നെ കീമോതെറാപ്പിക്ക് 180 ദിവസമാണ്. ഹാർട്ടിന് വല്ല ഓപ്പറേഷൻ വല്ല ഉണ്ടെങ്കിൽ 40 ദിവസമാണ്. വീട്ടിൽ ആരെങ്കിലും സാംക്രമിക രോഗം പിടിച്ചിട്ടുണ്ടെങ്കിൽ 21 ദിവസമാണ്. അവയവം മാറ്റി 90 ദിവസമാണ്. അങ്ങനെ ഒരുപാട് ലീവുണ്ട്. ഏപ്രിൽ മെയ് അധ്യാപകർക്ക് അവധിയാണ്, 61 ദിവസം. അവൻ ഗവൺമെൻറ് സർവീസിലുള്ള ഒരാൾ 5752 ദിവസം വർക്ക് ചെയ്യാൻ, 5752 ദിവസം ഈ ലീവ് കഴിച്ചിട്ട്. ആ 5752 ദിവസവും അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി 12 മണി വരെ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. 10 മണി മുതൽ 5 മണി വരെയാണ് 7 മണിക്കൂർ. അതിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഊണ് കഴിക്കാനുള്ള സമയം, ഊണ് കഴിക്കാൻ ബാത്റൂമിലേക്ക് പോകേണ്ട സമയം. അങ്ങനെ അത് നിങ്ങൾ കണക്കാക്കി നോക്കിയാൽ ഈ 6 മണിക്കൂറും, അങ്ങനെ വരുന്ന 6 മണിക്കൂറും ഫുൾ ടൈം ഇരുന്ന് ഒരു സീറ്റിൽ ഇരുന്ന് ആരും വർക്ക് ചെയ്യുന്നില്ല. അത് നിങ്ങൾ കണക്കാക്കി എടുത്താൽ മതി എത്ര വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യത്തിന് ഓഫീസിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ടീച്ചേഴ്സിനാണെങ്കിൽ എല്ലാ ലീവുകളും വെച്ച് 3457 ദിവസം വരെ. 30 കൊല്ലത്തിനാണ് ഞാൻ പറഞ്ഞത്. 30 കൊല്ലത്തിനാണ് 5752 ദിവസം എന്ന് പറഞ്ഞത്. 30 കൊല്ലം പറയുന്നത് 10950 ദിവസമാണ്. അതിൽ 5752 ദിവസം വർക്ക് ചെയ്യും. ബാക്കി 5198 ദിവസവും റെസ്റ്റാണ്. ടീച്ചേഴ്സാണെങ്കിൽ 3457 ദിവസം വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു 10950 ദിവസമാണ് മറ്റേ 30 കൊല്ലം എന്ന് പറഞ്ഞാൽ. ബാക്കി 7493 ദിവസവും അവർക്ക് റെസ്റ്റാണ്. ഈ 3457 ദിവസവും 24 മണിക്കൂർ ജോലി ചെയ്യുന്നില്ല. ആ 10 മണി മുതൽ 4 മണി വരെ എത്രയാണ്? 6 മണിക്കൂർ. അതിൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഊണ് കഴിക്കാനുള്ള റെസ്റ്റാണ്. 5 മണിക്കൂർ. ഈ 3457 ദിവസവും 5 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു. റെസ്റ്റ് ദിവസം കണക്കാക്കി 7493 ദിവസം റെസ്റ്റ് ടീച്ചേഴ്സിന്. മറ്റേ ഗവൺമെൻറ് സർവീസിന് 5198 ദിവസം റെസ്റ്റ്, 5752 ദിവസം വർക്കിംഗ്. ടീച്ചേഴ്സ് 3457 ദിവസം വർക്കിംഗ്, 7493 ദിവസം റെസ്റ്റ്.
ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഈ ഗവൺമെൻറ് സർവീസിൽ തന്നെ പല ആൾക്കാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ജോലി ഭാരം പറ്റില്ല. എന്താ ജോലി ഭാരം എന്നുള്ളത് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരെ അവമാനിച്ചു, അല്ലെങ്കിൽ പബ്ലിക്കാരെയും വന്നിട്ട് വിവരമില്ലാത്ത മൂടന്മാരെ മൂടകളെ വന്നിട്ട് നാട്ടുപുറത്ത് പറയില്ല കുത്തികെട്ടേര് എന്ന് അവമാനിക്കുമ്പോൾ ആത്മഹത്യ. എത്ര ആനുകൂല്യങ്ങളാണ് ഗവൺമെൻറ് എന്താ അവമാനിച്ചതിന് എന്താ ഉള്ളത്? ഇല്ലേ, ഇൻവിസിബിൾ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത. ഇതൊരു ഭാഗ്യമാണ് ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത്. പ്രൈവറ്റിലായാലും ജോലിയുള്ളതിന് ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആരാണ് കല്ലെടുത്തിട്ട് ഒരുപാട് അധ്വാനിക്കുന്നത്? വീടുപണി ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നുണ്ടാവില്ല, വെയിലത്തൊക്കെ പണി കിട്ടും, കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നവർ. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ടാവും, മൊബൈൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇല്ലേ, കാണാൻ പറ്റില്ല. ഓരോ സാധനങ്ങളെല്ലാവരുടെയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാച്ച് ചെയ്യും. ആരാണ് കല്ല് എടുത്ത് ഓടുന്നു, തല്ലിലേറ്റ് കൊണ്ട് ഓടുന്നു? ആരുമില്ല. ആൾക്കാരെ കൊണ്ട് നിൽക്കുന്നുണ്ടാവും, ഇരിക്കുന്നുണ്ടാവും, മൊബൈൽ കളിക്കുന്നുണ്ടാവും, റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. 1 മണിക്കൂർ 2 മണിക്കൂർ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതേപോലെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ MD പഠിക്കുന്ന കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടികൾ, പഠനപരമായിട്ട് ആത്മഹത്യയാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ, വലിയ വലിയ റാങ്ക് കിട്ടിയ കുട്ടികൾ പഠനഭാരം അല്ലെങ്കിൽ അധ്യാപകർ മാർക്ക് കുത്തില്ല കോമില്ല പറഞ്ഞിട്ട് അവരുടെ പ്രസൻറ്റേഷനൊക്കെ മടക്കി നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഒപ്പിട്ട് കൊടുക്കാതെ. പിന്നെ നിസ്സാര കാരണങ്ങളുടെ പേരിൽ വലിയ വലിയ റാങ്ക് കിട്ടിയ കുട്ടികൾ കത്തിയെടുത്തിട്ട് സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കുക, സ്വയം വലിയ വലിയ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾ, സർക്കാർ സർവീസുള്ളവർ ഇതേപോലെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എല്ലാം തലയിലേറ്റ് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ തലയിലേറ്റ് കഴിഞ്ഞാൽ ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ കർമ്മം ചെയ്യണം, നമ്മൾ ജോലി ചെയ്യണം, നമ്മുടെ പ്രവൃത്തി അങ്ങനെ ചെയ്യണം. അതിന് രീതിയിൽ ഭഗവാൻ പറയുന്നുണ്ട്, യഥപ്രവൃത്തിർബോധാനം ഏന സർവമിതം തഥം സ്വകർമ്മണാത്തമഭ്യർജ്യ സിദ്ധിം വിന്ദതി മാനവഃ. യഥപ്രവൃത്തിർബോധാനം പറഞ്ഞാൽ ഈ ജീവികൾ മുഴുവൻ എവിടുന്നുണ്ടായി? ഏന സർവമിതം തഥം എന്ന് വെച്ചാൽ ഈ ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആളാരാണ്? ആ ഈശ്വരനെ സ്വകർമ്മണാത്തം അഭ്യർജ്യ സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് പൂജിച്ചുകൊണ്ട് സിദ്ധിം വിന്ദതി മാനവഃ മനുഷ്യർ അവർ സിദ്ധി കൈവരിക്കും. സിദ്ധി തന്നെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. അതായത് നമ്മൾ ഷോർട്ട് പറയുമ്പോൾ നമ്മുടെ ഓരോ കർമ്മവും ഈശ്വര പൂജയായിട്ട് വേണം ചെയ്യാൻ. എല്ലാം നമ്മുടെ തലയിലേറ്റ് വെച്ച് ഞാൻ ചെയ്യണു എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട് അല്ല ചെയ്യേണ്ടത്. ഈശ്വര പൂജയാണ് നമ്മൾ ചെയ്യുന്നത്. പഠനമായാലും ജോലി ചെയ്യുന്നതായാലും അതിന് ആരെയും അവമാനിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, ജോലിപരമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, പഠനപരമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട. ഇതൊക്കെ തലയിൽ നിന്ന് ഇറക്കി വയ്ക്കുക. നമ്മുടെ കർമ്മം ഈശ്വര പൂജയായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഇത്രയാണ് ഈ ജോലി ഭാരത്തെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് കാഴ്ചദ്രവ്യം, ഫീസ്, ദക്ഷിണ, ഡൊണേഷൻ ഒക്കെ പറയില്ലേ, അത് ഞാൻ കാഴ്ചദ്രവ്യം എന്ന് എഴുതി. കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഒരുപാട് പൈസ ആയതുകൊണ്ട് ശരി തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ ഒരിക്കലും എക്സ്പെൻസ് അല്ല, അത് ഡെപ്പോസിറ്റാണ്. കുട്ടികൾ ലോകം കീഴടക്കും, അതൊരു ചിലവായിട്ട് കരുതേണ്ട ആവശ്യമില്ല. എത്ര പഠിപ്പിച്ചാലും അത്രയും നല്ലതാണ്. അതിന് എക്സ്പെൻസായിട്ട് കരുതേണ്ട ആവശ്യമില്ല. ലോണുകൾ ജാമ്യം എന്ന ബാധ്യത. ലോണുകൾ നമ്മൾ ചളിക്കുണ്ടിലേക്ക് തള്ളിവിടും. ലോണെടുത്ത് വലിയ വീട് കെട്ടുക, വലിയ കാറ് വാങ്ങിക്കുക, ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ, രത്നാഭരണങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുക. അവൻ ഇതിൻ്റെ അർത്ഥം നമ്മളുടെ അധ്വാനം വെറുതെ വേസ്റ്റായി പോകും. പലിശ കൊടുക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുക. ചളിക്കുണ്ടിലേക്ക് തള്ളുപോലെയാണ്. ലോണുകൾ പരമാവധി ഒഴിവാക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ജാമ്യം എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ
അയാൾ വിശ്വസനും സത്യസന്ധനൊക്കെ ആയിരിക്കാം. പക്ഷെ അയാൾക്ക് പെട്ടെന്ന് വല്ല അപകടം കാരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ വല്ല രോഗങ്ങൾ കടിമയാവുകയോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ ലോൺ അടയ്ക്കുന്നത് നിർത്തും, സാധിക്കില്ല. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കണം. സാക്ഷി പറയൽ നമ്മുടെ നിലയിൽ വേണ്ടിയിട്ട് ഈ മാനം മര്യാദ, കല്യാണം കാകുന്നത്, അതിനൊക്കെ നമ്മൾ പൊന്നുവയ്ക്കേണ്ടവിടെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. സംഭാവന കൊടുക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മുമ്പൊക്കെ ചീത്ത കണ്ടാൽ സംഭാവന കൊടുത്തില്ല, ഇപ്പോൾ തല്ലുകയും ചെയ്യുന്നു. ആ കുറച്ച് തല്ലിവിട്ടുണ്ടെങ്കിൽ വേണ്ടി കുറച്ച് സംഭാവനയെ കൊടുക്കുക. ചികിത്സ ചേർന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ ഇന്ന് മെഡിസപ്പ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൊക്കെ റീഇംബേഴ്സ്മെൻറ്റ് ഉണ്ട്, എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കന്നഡ വാങ്ങിക്കാൻ അലവൻസ് ഉണ്ട്. ഇന്ത്യ മുഴുവൻ കറങ്ങുകാരും 15 കൊല്ലം സർവീസ് ഉണ്ടെങ്കിൽ അതിനുള്ള ആനുകൂല്യങ്ങളുണ്ട്. DTC-കാർ TJ ഉണ്ട്, വേറെ ആനുകൂല്യമുണ്ട്. ട്രാൻസ്ജെൻഡർ യാത്ര മറ്റേ സ്ഥലം മാറ്റം കിട്ടുകയാണെങ്കിൽ അതിന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആനുകൂല്യമുണ്ട്. മെഡിസപ്പ് വലിയൊരു ആനുകൂല്യമാണ്. ഈ ചികിത്സ പ്രൈവറ്റിലാണെങ്കിലും മരുന്നൊന്നുമില്ല. അവർക്ക് ഇൻഷുറൻസ് പ്രൈവറ്റായിട്ടുള്ള മറ്റേ വേറെ ഈ ഇൻഷുറൻസ് കമ്പനികളൊന്നും എടുക്കാം, മെഡിക്കൽ ഇൻഷുറൻസ്, അതിനുള്ള സൗകര്യം പ്രൈവറ്റിലുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടമായ ധനം. ഒരു വ്യക്തി മരിച്ചതിന് തുല്യമാവുന്നത് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, ധനം നഷ്ടപ്പെടുമ്പോഴാണ്. മഹാഭാരതത്തിൽ അത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യം നന്നായി സംരക്ഷിക്കണം. വ്യായാമം ചെയ്യണം, പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, പ്രാണായാമം ചെയ്യണം, യോഗ ചെയ്യണം. നടക്കാൻ പറ്റുമെങ്കിൽ നടക്കണം. ടെൻഷനുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഒഴിഞ്ഞു മാറണം. എല്ലാം തലകയറ്റി വെച്ചുകൊണ്ട് നടക്കരുത്. എല്ലാം തലകയറ്റി കഴിഞ്ഞാൽ നമ്മൾ ആയുസ് 20 കുറയും. അതൊന്ന് ശ്രദ്ധിക്കണം. തർക്കമുണ്ട്, സ്വത്ത് തർക്കം, അതിർത്തി തർക്കം, അതിൻ്റെ പേരിൽ തമ്മിത്തല്ല് കൂടുക, വഴക്ക് കൂടുക, വെട്ടും കൊലയും ഉണ്ടാക്കിയിട്ട് ജയിലിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ അവരെ കൊന്നിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുക. അതൊക്കെ ഒഴിവാക്കണം. ആർക്കും ഈ ലോകത്ത് ഒന്നിൻ്റെ ഉടമസ്ഥനാവാൻ സാധിക്കില്ല. കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ അല്ലേ? ഇതവിടെ എഴുതിയിട്ട് 25,550 ദിവസങ്ങൾ. അതിൽ 10 ദിവസവും രാത്രിയായിട്ട് കടന്നു പോകും. ഈ ഭൂമി 25,550 കോടി വർഷങ്ങളുണ്ടാവും. ആർക്കും ഒന്നിൻ്റെ ഓർഡറാവാൻ സാധിക്കില്ല. തെറ്റിദ്ധാരണ. കുറച്ച് ദിവസം ഇങ്ങനെ കൈവയ്ക്കുക. അത് പിന്നെ മക്കളോ വേറെ കുട്ടികളോ അമ്മാവൻ്റെ മക്കളോ ആരെങ്കിലും കേക്ക് കിട്ടും. അപ്പോൾ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ അടിയും തല്ലും കൂടി ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമുണ്ട്. കൊലപാതകം ചെയ്ത് സമാധാനത്തിൽ പരിഹരിക്കുക. ഒരു മേശ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുക, സ്വത്ത് തർക്കം, അല്ലെങ്കിൽ കോടതി വഴിക്ക് പരിഹാരം നേടാൻ ശ്രമിക്കുക. ഇനി ഒന്നും നടന്നില്ല, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ച് പോട്ടെ നാട്ടിൽ പുറത്ത് പറയും. അതേപോലെ ചുമ്മാ തെറിച്ച് പോട്ടെ ഇവിടെ മുന്നേണ്ട അവിടെ നിന്ന് മാറി ഇരിക്കുക. നിയമപരമായിട്ട് പരിഹരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് നാട്ടിൻ പുറത്തുള്ള പാട്ടിങ്ങനെ ഒന്നുമില്ലേ, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ച് പോട്ടെ ഇവിടെ മുന്നേണ്ട അവിടെ ഇരിക്കുക. കൊലപാതകം ചെയ്ത് ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ വിട്ടും കുത്തുമായിട്ട് അവിടെ അതിലേറെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ. നിങ്ങൾ തിരിച്ചു വരുന്ന പല രോഗികളായിട്ടായിരിക്കും, പല സ്വവർഗരീതിയും അല്ലെങ്കിൽ ഇത്തിരി കാണാൻ കൊള്ളാവുന്നവരുടെയും ആൾക്കാർ. ഇപ്പോൾ ന്യൂസിലൊക്കെ വായിച്ചില്ലേ, പിടിച്ചിട്ട് നോക്ക്. വരുമ്പോഴേക്കും നിങ്ങൾ വല്ല എയ്ഡ്സ് രോഗിയോ അങ്ങനത്തെ ഉള്ള രോഗിയായി മാറും. അവിടെ ആൾക്കാർ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നതിലുണ്ട്. ഇവിടുന്ന് സുഖമായിട്ടിരിക്കാൻ വേണ്ടി അവിടെ പോയി പൊറോട്ടയും വീട്ടിൽ തിന്നാൻ വേണ്ടി പോയിട്ടൊന്നും കാര്യമില്ല. ചെമ്മും നായി നിൽക്കും. വളരെ ശ്രദ്ധിക്കണം. ഈഗോ പ്രശ്നം. ഞാൻ പറഞ്ഞ മാത്രം ശരി. 700 കോടിയോളം ജനങ്ങൾ ലോകത്തുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് മാത്രം ശരി. അഞ്ഞനെ നിന്ന് കഴിഞ്ഞാൽ അറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും.
പിന്നെ ഞാൻ പിടിച്ച കൊമ്പ് 2. പിന്നെ പഞ്ചപാണ്ഡവന്മാരെ എനിക്കറിയാം, കട്ടിൽക്കാർ വരെ 3 ആൾ. ഒന്നും അറിയില്ല ഇല്ലേ. ഒന്ന് എഴുതി നോക്കും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു 10 വാചകം തെറ്റാണ്ട് എഴുതാൻ പറ്റുമെന്ന് നോക്ക്. വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും പറ്റുന്നില്ല. എന്തറിവുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല. തെറ്റുകൂടാ. നമ്മുടെ നോളജ് വളരെ ലിമിറ്റഡാണ്. ഞാൻ പഠിച്ച ഞാൻ പറഞ്ഞത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഭയങ്കര വീട്ടിത്താവും. വീട്ടുകാർ പോലും അത് അംഗീകരിക്കില്ല. ഇല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ ഭാരങ്ങൾ മുഴുവൻ താഴെ ഇറക്കി വയ്ക്കുക. ഭാരമെല്ലാം തലയിൽ കയറ്റി വെച്ച് ബ്രേ എന്ന് കൊണ്ട് നിലവിളിക്കാതെ സന്തോഷകരമായി എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.